എന്റെ അമ്മേ. രമേശ, എടാ രമേശ. എന്താ നീയാ? നിന്റെ പേര് അവന് കൊടുത്തിട്ട് അവന്റെ പേര് നീ എടുത്തത് ഞാൻ അറിഞ്ഞില്ലല്ലോ. ഞാൻ രമേശിനെ വിളിച്ചത്. അവൻ തൊഴുത്തി ചാണോമാരിയാ. അത് നിന്റെ ജോലിയല്ലേ? ഇന്ന് പോലെ അവന്റെ ജോലി ഞാനും എന്റെ ജോലി അവനും ചെയ്യാൻ തീരുമാനിച്ചു. ഒരു ചേഞ്ചിന്. കടിഞ്ചായ എങ്ങനെയുണ്ടാ ചാ? ഞാനിട്ടോ മുഖസ്തുതി പറയാനെന്ന് വിചാരിക്കരുത്. വായിൽ വെക്കാൻ കൊള്ളില്ല. ഒരു ചായക്കടക്കാരന്റെ മകന് നല്ലൊരു ചായ ഉണ്ടാക്കാൻ അറിയില്ല എന്ന് പറഞ്ഞാൽ നീ പോയി ആ പേസ് എടുക്ക്. ആ കഴിവേറി പോയാ? ആരാ ചാ? രമേശനാണോ? അല്ലടാ, ആ സ്വാമി കഴിവേറി. ചിറ്റപ്പൻ രാവിലെ തന്നെ പോയി. കാര്യം അവൻ എന്റെ അനിയനാ. പക്ഷെ എന്റെ സമ്മതമില്ലാതെ അവൻ ഇവിടെ എങ്ങാനും കയറ്റി താമസിപ്പിച്ച ബാക്കിയുള്ളത് ഞാൻ പറയണ്ടല്ലോ. എന്തിനാ ഇത്ര അധികം? നീ പല്ല് വെച്ചോ? ഇല്ല. അവൻ തേച്ചോ? തേച്ച് കാണില്ല. പാതി അവന് കൊടുത്തിട്ട് പാതി നീ എടുത്തോ. എന്നാ ചെല്ലേ. വെളുപ്പിന് 6 മണിക്ക് തുടങ്ങിയ വാരല. ഇത് കൊച്ചട്ടപ്പിലിട്ട് തീർത്തൂടെ? കുറച്ചൊക്കെ മനുഷ്യത്വം വേണം. കുറ്റമല്ല നിന്റെ നായരെ കൊണ്ട് നാട്ടുകാർ വണ്ടി വലിപ്പിക്കണത്. കാളവണ്ടി. അയ്യോ, അല്ല, ഇതുവരെ കഴിഞ്ഞില്ലേ? കഴിഞ്ഞതാ. പക്ഷെ പശു പിന്നെ അപ്പിട്ടു. ഞാൻ വാരും, പശു അപ്പിടും. ഞാൻ വാരുന്നു, പശു ഇടും. ഞാൻ വാരുന്നു, പശു. മതി 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 മതി. നിന്റെ മോന്ത കണ്ട പശു അല്ല ആരായാലും അപ്പിടും. ആർക്കാനും വേണ്ടി ഓക്കാനിക്കുന്ന പോലെയല്ലേ അവന്റെ പ്രവൃത്തി. ഒന്ന് അനങ്ങി അനങ്ങി കൊണ്ടുപോയി ഇടറ രാജകുമാര. പിന്നെ അപ്പിടിക്കും ഞാൻ. ഒരു ദിവസം ഞാൻ ഈ പശുവിന്റെ ബാക്ക് അടച്ച് പൂട്ടും. മുതലാളിയില്ലേ? പശുവിനെ പിഴിയുവാ. എന്ത് വേണം? ഈ മാലയൊന്ന് പണയം വെക്കാനാ. ഈ കൊച്ചുവെളുപ്പാൻ കാലത്തോ? 10 മണി കഴിയാതെ മുതലാളി പണപ്പെട്ടി തുറക്കണ പ്രശ്നമില്ല. ഇപ്പോഴത്തെ ആവശ്യമായിരുന്നല്ലോ ചേട്ടാ. ഒരു 300 രൂപ കിട്ടിയാക്കൂ. ഞാൻ പറഞ്ഞില്ലേ, ഈ നേരത്ത് നിങ്ങൾ പണം ഇരിക്കാന്ന് പറഞ്ഞാലും മുതലാളി വഴങ്ങത്തില്ല. 10 മണിയാണ് പുള്ളിയുടെ ടൈം. അയ്യോ, അങ്ങനെ പറയല്ലേ ചേട്ടാ. വളരെ അത്യാവശ്യമായതുകൊണ്ടല്ലേ. അത്രയ്ക്ക് അത്യാവശ്യമാണെങ്കിൽ ഒരു ചെറിയ തരികട ചെയ്യേണ്ടി വരും. എന്ത് തരികട? എന്റെ മോതിരം മുതലാളിയുടെ അടുത്ത് പണയം വെച്ച വകയില് കുറച്ച് കാശ് എന്തെങ്കിലുണ്ട്. അതിന്ന് 300 രൂപ തരാം. വലിയ ഉപകാരമായി ചേട്ടാ. പിന്നെ മുതലാളിക്ക് 103 രൂപയാണ് പലിശ. എനിക്ക് 1/2 കൂടി തരണം. അയ്യേ, ഞാൻ 3 രൂപയുടെ കാര്യോട് പറഞ്ഞത്. ഇങ്ങോട്ട് വന്നേ. പിന്നെ നമ്മൾ ഈ ഇടപാടേ ഒരിക്കലും മുതലാളി അറിയരുത്. അറിഞ്ഞാ എന്റെ കാർബേറ്റർ അയച്ചെടുത്ത് മുതലാളി ഡ്രൈവർ പണിയെന്ന് പറഞ്ഞു വിടും. ഞാനായിട്ട് പറയില്ല ചേട്ടാ. പിന്നെ മുതലും പലിശയും കാശായിട്ട് തന്നെ തരണം. മനസ്സിലായോ? ചില പെണ്ണുങ്ങൾ ഈ കടത്തീന്ന് കരകയറാൻ കടം കൊടുത്തവനെ തന്നെ വശീകരിക്കുന്ന ഒരു പരിപാടിയുണ്ട്. ആ വക ചുറ്റിക്കളിയൊന്നും എന്റെ അടുത്ത് വേണ്ട. പറയണുണ്ട് മുതലാളിക്കൊന്നും തോന്നരുത്. ഈടെയായിട്ട് പാലില് കുറച്ച് വെള്ളം കൂടുതലാ. കുറച്ച് ദിവസമായിട്ട് പറയണമെന്ന് വിചാരിക്കാ. ഉമ്മ, ഞാൻ വെളിച്ചെണ്ണ ചേർത്ത് നോക്കി, ചേരണില്ല. പാലില് വെള്ളേ ചേരൂ. അല്ലേലും പാലില് വെള്ളം ചേർത്തേ കഴിക്കാവൂ. ഇത് ഞാൻ പറയണതല്ല, ഡോക്ടർമാര് പറഞ്ഞിട്ടുള്ളതാ. എനിക്ക് 3 ബസ് ഉണ്ട്. അത് നല്ല ലാഭത്തിലാ ഓടണത്. ഒരു ചിട്ടി ഫണ്ട് ഉണ്ട്, അത് അതിലും ലാഭത്തിലാ പോണത്. പിന്നെ ഒരു ഹോട്ടലുണ്ട്, അതിന്ന് ഭയങ്കര ലാഭ. പിന്നെ ഈ പാൽ കച്ചവടം എന്നെ സംബന്ധിച്ചിടത്തോളം അതെനിക്ക് നഷ്ടാ. പിന്നെ ഞാൻ എന്തിനീ പാൽ കച്ചവടം നടത്തുന്നു പറഞ്ഞാൽ, പശുവിന്റെ അകിടിന്ന് തുടങ്ങിയതാ എന്റെ ജീവിതം. അതിന്റെ അടി കിടന്ന് തന്നെ ചാവണം എന്നാണ് എന്റെ ആഗ്രഹവും. അമ്മാവോ, ഇങ്ങനെ പോയാ അമ്മ പശുവിന്റെ ചവിട്ടുകൊണ്ടേ ചാവൂ. എടാ, നീയേ പാല് കുടിച്ചിട്ടൊന്നും വലിയ കാര്യമില്ലടാ. പോ. പിന്നെ എടുത്തോളാം. ഇതേതാ ഈ കുട്ടി പിശാശി? അതാ സ്വർണ്ണപ്പണിക്കാരൻ രാഘവേട്ടന്റെ മോനാ. ഓ, അവന്റെ ചൊടിയും മിടുക്കൊക്കെ കണ്ടിട്ട് അവൻ ആ ചെത്തുകാരൻ ഗോപാലന്റെ ആണെന്നാ തോന്നണേ. അപ്പൊ നിങ്ങളുടെ കമ്പനി തന്നെ. എടാ മോനെ, നന കഴിഞ്ഞ? ആ, അച്ഛന്റെ ഉടുപ്പിൽ അഴുക്കൊന്നും പോയിട്ടില്ലല്ലോ. ഇതിങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ മുക്കിയെടുത്താൽ മാത്രം പോരാ, കല്ലിൽ നന്നായിട്ട് ഇങ്ങനെ അലക്കണം. കൊണ്ടുപോയി അലക്കണം തെണ്ടി. ഇവ എന്റെ മോൻ തന്നെ അല്ലേ? ഞങ്ങൾക്ക് സംശയമുണ്ട്. നിങ്ങൾക്ക് പാല് കിട്ടിയ പിന്നെ വല്ലവരുടെ കാര്യം അന്വേഷിക്കണേ.
എന്തും ചെയ്യാം, എന്തും അനുസരിക്കാം. പക്ഷേ മറ്റുള്ളവർ മുമ്പിച്ചുള്ള അവഹേളനം ഉണ്ടല്ലോ, അതാ സഹിക്കാൻ വയ്യാത്ത. 2 സ്മോൾ അടിച്ച് ധൈര്യം വരുത്തിട്ട് വേണം ആ മുഖത്ത് നോക്കി 4 വർത്താനം പറയാൻ. അതിനെന്തിനാ 2 സ്മാൾ അടിക്കുന്നത്? ഒരു ലാർജ് അടിച്ചാ പോരെ? മിണ്ടാതെ കിടക്കാം. ഒന്ന് പറയാന്ന് വെച്ചാ 5-ാം വയസ്സിൽ അമ്മ മരിച്ചത് തൊട്ടുള്ള കണക്ക് പറയാൻ തുടങ്ങും. കഴിച്ചിട്ട് ഇറക്കാനും വയ്യ, മധുരിച്ചിട്ട് തുപ്പാനും വയ്യ. അങ്ങനത്തെ മദ്യം ഉണ്ടോ? അത് ഞാൻ കഴിച്ചിട്ടില്ലല്ലോ. താടിക്ക് തീ പിടിക്കുമ്പോ ബീഡി കത്തിക്കല്ലേ സാരഥി. വേറെങ്ങും തീയില്ലെങ്കിൽ കത്തിച്ചല്ലേ പറ്റൂ. നിങ്ങൾക്ക് അച്ഛനോട് സംസാരിക്കാൻ ധൈര്യം ഇല്ലെങ്കിൽ ലാർജും സ്മോളും ഒന്നും കഴിക്കാതെ ഞാൻ സംസാരിക്കാം. നീയോ? അതിനുള്ള ധൈര്യം നിനക്കുണ്ടോ? ഞാനല്ല, മുതലാളിക്ക് കുരുട്ടുബുദ്ധി പറഞ്ഞു കൊടുത്ത് വഴിതെറ്റിക്കണ വക്കീലുണ്ടല്ല, ലീഗൽ അഡ്വൈസർ കുഞ്ചപ്പാടത്തെ പുഷ്പാങ്കദൻ. അതിന് വക്കീല് പറയൂ? പറഞ്ഞില്ല, ഞാൻ പറയിപ്പിക്കും. ഡോറും തുറക്കാൻ പറ്റില്ല, ചാടിക്കോ. ഞങ്ങൾ സമയത്ത് വന്നില്ലായിരുന്നെങ്കിലേ വക്കീലിന്റെ ചീട്ട് കീറിയാനെ. അതെ അതെ, ഇന്നത്തോടെ കേസിട്ട് മടക്കായിരുന്നു. ഇന്ന് വക്കീല് വാദിച്ച പ്രതികൾക്ക് ജീവപര്യന്തമോ തൂക്കോ? അതിന് ഞാൻ പ്രതിക്ക് വേണ്ടിയല്ലല്ലോ, വാദിക്ക് വേണ്ടിയല്ലേ വാദിച്ചത്. കുറെ നാളിന് ശേഷം കിട്ടിയ കേസായതുകൊണ്ട് ഞാൻ എന്റെ സർവ്വശക്തിയും എടുത്തങ്ങ് വാദിച്ചു. പക്ഷെ ഒരു കുഴപ്പം പറ്റി. വാദം മുറുകി വന്നപ്പോ വാദി പ്രതിയായി. പീനൽ കോഡ് മാറി. അതിനെന്റെ സ്പൈനൽ കോഡിൽ പിടിക്കാൻ ഓടിച്ചതാ അവര്. നീതി ദേവതയാ നിങ്ങളെ കൃത്യസമയത്ത് അവിടെ കൊണ്ടുവന്ന് എത്തിച്ചത്. നാരകത്തറയിൽ ദാമോദരൻ നായർ മകൻ രാമൻ നായർ എന്ന് കച്ചീട്ടിൽ പേരുള്ള നിങ്ങളുടെ അച്ഛൻ നിങ്ങളുടെ വളർച്ചയെ അംഗീകരിക്കുന്നില്ല. അതിന് ഞാൻ മുതലാളിയുമായി സംസാരിച്ച് ഒരു പരിഹാരം കാണണം, അത്രയല്ലേ ഉള്ളൂ. അതെ, ബുദ്ധിമുട്ടാ. അതെന്താ വക്കീലെ? ഞാൻ NDRന്റെ ലീഗൽ അഡ്വൈസർ മാത്രമാണ്. നിങ്ങളുടെ കുടുംബ പ്രശ്നങ്ങളിൽ കൈകടത്തുന്നതിന് എനിക്ക് ചില ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ട്. കൈ കടത്തിയില്ലേലും കൈ ഒഴിയാതിരുന്നാ മതി വക്കീലെ. പ്രായപൂർത്തിയായ ചോരയും നീരുമുള്ള 2 യുവാക്കളുടെ മനപ്രയാസം ചോരയും നീരും പറ്റിയ വക്കീലെങ്കിലും മനസ്സിലാക്കണം. ഞാൻ നോക്കിയിട്ട് ഒറ്റ വഴിയേ കാണുന്നുള്ളൂ. എന്തു വഴി? നിങ്ങളെ മുതലാളി അംഗീകരിക്കണമെങ്കിൽ നിങ്ങൾ വളർന്നെന്ന് അദ്ദേഹത്തിന് കാണിച്ചു കൊടുക്കണം. അയ്യേ, അച്ഛന് ഒരു മകൻ, അതെങ്ങനെ കാണിച്ചു കൊടുക്കാം? വൃത്തികെട്ടവനെ, അതല്ല ഞാൻ പറഞ്ഞത്. രമണനും രമേശനും ശാരീരികമായും മാനസികമായും വളർന്നെന്ന് അച്ഛന്റെ മുമ്പ് തെളിയിക്കണം. അതെങ്ങനെ? ഒരു ആ കരി വെക്കി തലയിൽ വെച്ച് ശാരീരിക വളർച്ച തെളിയിക്കാം, മാനസിക വളർച്ച എങ്ങനെ തെളിയിക്കും? മെന്റൽ ആശുപത്രിയിൽ നിന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചാലോ? വിട്ടി കൂഷ്മാണ്ടമേ, ഒരു പെണ്ണ് കെട്ടുന്നതിനെ കുറിച്ചാണ് ഞാൻ സൂചിപ്പിച്ചത്. അത് കൊള്ളാലോ. വക്കീലിന് തീരെ ബുദ്ധിയില്ലെന്ന് അച്ഛൻ പറയുന്നത് വെറുതെ. പെണ്ണ് കെറ്റിയ ഒരു പരിധി വരെ ആണത്തം തെളിയിക്കാം, പക്ഷെ അതുകൊണ്ട് മുതലാളി ഒതുക്കാൻ പറ്റുമോ? ഒരു പെണ്ണ് വിചാരിച്ചാൽ എന്താ അവിടെ നടക്കാത്തത്? കൈകേയി വിചാരിച്ചപ്പോൾ സാക്ഷാൽ ശ്രീരാമൻ വരെ കാട് കയറിയില്ലേ? എന്തിനു പുരാണം? ഒരു സ്ത്രീ വിചാരിച്ചാൽ ഒരു സീനിയർ IAS ഉദ്യോഗസ്ഥന്റെ ജീവിതം വരെ പോക്കാം. നിങ്ങളുടെ വീട്ടിൽ ഒരു പെണ്ണിന്റെ കുറവുണ്ട്. സാമർത്ഥ്യക്കാരിയായ ഒരു പെണ്ണവിടെ കാലുകുത്തിയാൽ മുതലാളി താനേ ഒതുങ്ങും.